നമുക്ക് ഈ ബാസ്ക്കറ്റ് പ്ലാന്റ് റീപോർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു നമ്മുടെ ഗാർഡൻ്റെ ഒരു സൈഡിൽ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത ഈ സൈഡിൽ കൂടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ നീണ്ട് ഒരു വള്ളി പോലെ വരും. അതിൻ്റെ തുമ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറേ പടർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വെട്ടിയെടുത്തതിന് ശേഷം ഒരു പോട്ടിലേക്ക് മാറ്റണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പീസുകൾ എല്ലാതും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പോട്ട് നമ്മൾ എടുത്തതിന് ശേഷം അതിലേക്ക് നടണത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഒരു പോട്ടിൽ നിറച്ച് ചവറ് ഞാൻ ഇട്ടിട്ടുണ്ട്. അടിഭാഗത്ത് കുറേ ചവറാണ് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉമിയും കുറച്ച് കമ്പോസ്റ്റും മണ്ണും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോട്ടിംഗ് മിക്സ്. അതാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ചവറിട്ടതിന് ശേഷം ഒരു 3/4 ഭാഗം ചവറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഈ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ചെടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം നിറച്ച് മണ്ണിട്ട് കൊടുക്കുക. കുറേ നാൾ കഴിയുമ്പോൾ ഇത് നനയ്ക്കും തോറും ചവറ് താന്ന് പൊക്കോളും. എന്നിട്ട് ഈ പോട്ടിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള കൊമ്പുകൾ കൊത്തി കൊടുക്കുക. അപ്പം ഞാനിതുപോലെ എല്ലാ വെട്ടിയ കൊമ്പുകളും കൊത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലത്തെ ഈ ചെടികൾ ഇങ്ങനെ ഒരു ബോർഡർ പോലെ ആ സ്റ്റാൻഡുമ്മ വെച്ച് കൊടുത്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചെടി ഉള്ളതെങ്കിലും അത് പല ചട്ടികളിലേക്ക് മാറ്റി നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഒരുമിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.